നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. സംസ്ഥാനത്ത് ഇന്ന് 8 ജില്ലകളിൽ യെല്ലോ അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കേരളത്തിൽ 5 ദിവസം കൂടിയ നേരിയ ഇടത്തരം മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നു. നാളെ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. വാർത്തകൾ വിശദമായി. CPIM ജനറൽ സെക്രട്ടറിയായി ഡി രാജ തുടരും. ദേശീയ കൗൺസിലാണ് ഔദ്യോഗിക തീരുമാനം എടുത്തത്. അതേസമയം ഡി രാജയെ കൗൺസിൽ ഉൾപ്പെടുത്തിയതിനെതിരെ കേരളം അടക്കമുള്ള ഘടകങ്ങൾ ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തി. പ്രതിനിധികളുടെ ആവശ്യപ്രകാരം എതിർപ്പ് മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കേരളം, തമിഴ്നാട്, ആന്ധ്ര, ദില്ലി ഘടകങ്ങളാണ് എതിർപ്പ് അറിയിച്ചത്. പാർട്ടി കോൺഗ്രസിന്റെ ചരിത്രത്തിൽ ഇത് അസാധാരണമെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിന്റെ അഭിപ്രായം NSS പറയുമെന്ന് പറയുന്നതിൽ കാര്യമില്ലെന്നും അതുപോലെ NSSന്റെ അഭിപ്രായം അതേപടി പറയാൻ അവർ കോൺഗ്രസിന് ആവശ്യപ്പെട്ടില്ലെന്നും AIC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കോൺഗ്രസ് നിലപാട് എടുക്കുന്ന രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെയും അനുഭവത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെയാണ് NSSും അവരുടെ നിലപാടുകളെ കോൺഗ്രസ് ബഹുമാനിക്കുന്നുവെന്നും KC വേണുഗോപാൽ പറഞ്ഞു. അതേസമയം തിരഞ്ഞെടുപ്പിൽ സമദൂര നിലപാടിൽ മാറ്റമില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും KC വേണുഗോപാൽ വ്യക്തമാക്കി. വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ അധ്യക്ഷനായി TJ ഐസക്കിനെ തിരഞ്ഞെടുത്ത തീരുമാനം കോൺഗ്രസ് ഹൈക്കമാൻഡ് അംഗീകരിച്ചു. AIC നേരിട്ട് സ്ഥിരം അധ്യക്ഷനെ പ്രഖ്യാപിക്കുകയായിരുന്നു. കൽപ്പറ്റ നഗരസഭയുടെ ചെയർമാനാണ് TJ ഐസക്. വയനാട് DCCയിൽ നിലനിന്നിരുന്ന രാഷ്ട്രീയ കോലാഹലങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കും വിരാമമിട്ട് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ND അപ്പച്ചൻ രാജിവെച്ചതിന് പിന്നാലെയാണ് പുതിയ അധ്യക്ഷനായി TJ ഐസക്കിനെ നിയമിച്ചത്. ഷാഫി പറമ്പിൽ MPക്കെതിരെയുള്ള CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടെ ആരോപണത്തിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയുടേത് ആരോപണമല്ല, അധിക്ഷേപമാണെന്ന് VD സതീശൻ പറഞ്ഞു. CPM സുരേഷ് ബാബുവിനെ പുറത്താക്കണമെന്നും ഷാഫിയുടെ പരാതിയിൽ കേസെടുക്കണമെന്നും ഷാഫിക്കെതിരെ പറഞ്ഞിരിക്കുന്നത് അസഭ്യമാണെന്നും VD സതീശൻ പറഞ്ഞു. ലൈംഗിക ആരോപണ വിവാദത്തിൽ ഷാഫിയെ വെല്ലുവിളിച്ച് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു. ഷാഫി പറമ്പിൽ നിയമപരമായി പോകട്ടെ എന്നും നേരിടാൻ CPM തയ്യാറാണെന്നും സുരേഷ് ബാബു പറഞ്ഞു. ഷാഫി എന്ന പേര് പരാമർശിച്ചില്ലെന്നും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഹെഡ്മാഷ് എന്ന പേരിലാണ് ആരോപണം ഉന്നയിച്ചതെന്നും ഷാഫി തന്നെ അത് ഏറ്റെടുക്കുക ചെയ്തുവെന്നും കുമ്പളങ്ങ കട്ടത് ആരാണെന്ന് ചോദിച്ചാൽ എന്തിനാണ് ഷാഫി തോളിൽ ചെളി ഉണ്ടോ എന്ന് നോക്കുന്നതെന്നും പറയാൻ ശേഷിയുള്ളത് കൊണ്ടാണ് പറഞ്ഞതെന്നും തെളിവുകൾ സമയമാകുമ്പോൾ പുറത്തുവിടുകയും ചെയ്യുമെന്നും EN സുരേഷ് ബാബു മാധ്യമങ്ങളോട് പറഞ്ഞു. എയിംസ് വിവാദത്തിൽ സുരേഷ് ഗോപിക്കെതിരെ CPM. സുരേഷ് ഗോപിയുടേത് ഉടായ്പണി എന്നും CPM ആലപ്പുഴ ജില്ലാ സെക്രട്ടറി R നാസർ. സുരേഷ് ഗോപി പറയുന്നതിൽ യാതൊരു കഴമ്പുമില്ലെന്നും കേരളത്തിന് കേന്ദ്രം ഒരു തീരുമാനവും അറിയിച്ചില്ലെന്ന് എയിംസ് വിഷയത്തിൽ കേന്ദ്രം ഒരു തീരുമാനം എടുത്തിട്ടില്ലെന്നും R നാസർ വ്യക്തമാക്കി. എയിംസ് കേരളത്തിൽ എവിടെ വന്നാലും സ്വാഗതാർഹമാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. ദീർഘകാലമായുള്ള മേഖലാ യൂണിയനുകളുടെ ആവശ്യം സർക്കാർ അംഗീകരിച്ചിട്ടുണ്ട്. മിൽമയിലെ സ്ഥിര നിയമനങ്ങളിൽ ക്ഷീര കർഷകരുടെ ആശ്രിതർക്ക് സംവരണം ഏർപ്പെടുത്താൻ തത്വത്തിൽ അനുമതി നൽകി ഉത്തരവ് പുറത്തിറക്കി. മിൽമയുടെ മലബാർ, എറണാകുളം, തിരുവനന്തപുരം യൂണിയനിലെ സ്ഥിര നിയമനങ്ങളിലാണ് സംവരണത്തിൽ പ്രാബല്യത്തിൽ വരിക. ദീർഘകാലമായുള്ള മേഖലാ യൂണിയനുകളുടെ ആവശ്യം സർക്കാർ അംഗീകരിക്കുകയും ക്ഷീര കർഷകരുടെ ആശ്രിതർക്ക് അർഹമായ പരിഗണന കിട്ടുകയും ചെയ്യുന്നതാണ് ഈ ഉത്തരവ്. ഗുരുപൂജയെന്നും ഭാരതമാതാവിനെയും എതിർക്കുന്നവർ ശബരിമല ഭക്തരായി നടിക്കുകയാണെന്ന് കേരള ഗവർണർ രാജേന്ദ്ര അർലേക്കർ. അങ്ങനെ പാവം യഥാർത്ഥത്തിൽ അവരുടെ മനസ്സിലുണ്ടെങ്കിൽ എന്തുകൊണ്ട് ജനങ്ങളോട് തുറന്നു പറയാൻ തയ്യാറാകില്ലെന്നും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണോ ഇതൊക്കെ ചെയ്യുന്നതെന്നും എല്ലാം ജനങ്ങൾ കാണുന്നുണ്ടെന്നും ഗവർണർ പറഞ്ഞു. അമീബിക് മസ്തിഷ്ക ജ്വരമെന്ന സംശയത്തിൽ കോഴിക്കോട് മൃതദേഹം പുറത്തെടുത്ത് വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്തു. പന്നിയങ്കരയിൽ കഴിഞ്ഞ ദിവസം മരിച്ച കോട്ടയം സ്വദേശി ശശിയുടെ മൃതദേഹമാണ് പുറത്തെടുത്തത്. ഇയാളെ കൂടെ താമസിച്ച ചാവക്കാട് സ്വദേശി റഹീം എന്നയാൾ കഴിഞ്ഞ ദിവസം അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരുന്നു. കൂടാതെ താമസിച്ചിരുന്ന ശശിക്കും രോഗമുണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കാനാണ് വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തിയത്. ഹൃദയാഘാതം തന്നെയാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ സ്ഥിരീകരിച്ചു. സംസ്ഥാന IPSൽ വീണ്ടും അഴിച്ചുപണി. യോഗേഷ് ഗുപ്തയെ ഫയർഫോഴ്സിൽ നിന്ന് മാറ്റി റോഡ് സേഫ്റ്റി കമ്മീഷനായി നിയമിച്ചു. നിതിൻ അഗർവാളാണ് പുതിയ ഫയർഫോഴ്സ് മേധാവി. നകുൽ ദേശ്മുഖിനെ തൃശൂർ കമ്മീഷനായി നിയമിച്ചു. R ഇളങ്കോ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോകുന്ന ഒഴിവിലാണ് നിയമനം. ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാര വേദിയിലെ മോഹൻലാലിന്റെ പ്രസംഗത്തെ വരികളെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു. 2 വരികളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ വിലയിരുത്തേണ്ടതല്ലെന്നും വരികളല്ല പ്രസംഗത്തിന്റെ ആകെ തുകയാണ് നോക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം ആജീവനാന്ത സംഭാവനയ്ക്കുള്ള വയോസേവന അവാർഡുകൾ മന്ത്രി പ്രഖ്യാപിച്ചു. നടി ഷീല, ഗായിക PK മേദിനി എന്നിവർക്കാണ് പുരസ്കാരത്തിന് അർഹരായത്. ഓപ്പറേഷൻ നുംഖോറിൽ നടൻ അമിത ചക്കാലക്കൽ വീണ്ടും കസ്റ്റംസിന് മുന്നിൽ ഹാജരായി. രേഖകൾ ഹാജരാക്കാനാണ് അമിത് ചക്കാലക്കൽ കസ്റ്റം ഓഫീസിൽ എത്തിയത്. അമിത് ഗ്യാരേജിൽ നിന്ന് പിടിച്ചെടുത്ത വണ്ടികളുടെ ഉടമകളും കസ്റ്റംസ് ഓഫീസിലെത്തിയിരുന്നു. 2 പേരാണ് അമിത് ചക്കാലക്കൊപ്പം എത്തിയത്. അറ്റകുറ്റപ്പണികൾക്കാണ് വാഹനം ഗ്യാരേജിൽ കൊണ്ടുവന്നതെന്നാണ് അമിത് ചക്കാലക്കൽ പറയുന്നത്.
CPM നേതാവ് KJ ഷൈനെതിരെ സൈബർ ആക്രമണത്തിൽ KM ഷാജാനെതിരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചെങ്ങമനാട് SHO ആക്കുളത്തെ വീട്ടിൽ നിന്നാണ് KM ഷാജാനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷൈൻ നൽകിയ കേസിനെ കുറിച്ച് ഷാജാൻ പുതിയ വീഡിയോയിൽ അധിക്ഷേപ പരാമർശം നടത്തിയിരുന്നു. പുതിയ വീഡിയോയുടെ പേരിലാണ് ഷാജാന്റെ അറസ്റ്റ്. സംസ്ഥാന വ്യാപക ജനസമ്പർക്ക പരിപാടിക്ക് തുടക്കം കുറിച്ച് BJP. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടിയുടെ വികസനം സന്ദേശം ഓരോ വീട്ടിലും എത്തിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്ന BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. കണ്ണൂർ സിറ്റി പോലീസ് ആസ്ഥാനത്ത് അതിക്രമിച്ച് കയറി പിറന്നാളാഘോഷം നടത്തിയ 5 പേർക്കെതിരെ കേസെടുത്തു. യുവതിയടക്കം കണ്ടാലറിയുന്ന 5 പേർക്കെതിരെയാണ് കണ്ണൂർ ടൗൺ പോലീസ് കേസെടുത്തത്. കഴിഞ്ഞ സെപ്റ്റംബർ 16 കേസിനാസ്പദമായ സംഭവം. യുവതിയുടെ പിറന്നാൾ ആഘോഷിക്കാനാണ് യുവാക്കൾ പോലീസ് ആസ്ഥാനത്തെ ക്യാൻറ്റീനിന് സമീപം എത്തിയത്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ ശസ്ത്രക്രിയയുടെ യുവതിയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കുന്നതിന് സങ്കീർണമെന്ന് ആരോഗ്യ വിദഗ്ധർ. സുമയ്യയുടെ നെഞ്ചിലെ രക്തക്കുഴലോട് ഒട്ടിച്ചേർന്ന വയർ പുറത്തെടുക്കുന്നത് അപകടകരമെന്നാണ് വിദഗ്ധ സമിതിയുടെ വിലയിരുത്തൽ. ഇക്കാര്യം യുവതിയെയും കുടുംബത്തെയും ബോധ്യപ്പെടുത്താനാണ് തീരുമാനം. ഇന്നലെ ചേർന്ന പ്രത്യേക മെഡിക്കൽ ബോർഡ് യോഗമാണ് സുമയ്യയുടെ ചികിത്സാ രേഖകൾ വിശദമായി പരിശോധിച്ച് നിഗമനത്തിൽ എത്തിയത്. സമസ്തയിൽ വീണ്ടും ലീഗ് അനുകൂലർക്കെതിരെ നീക്കം. പോഷക സംഘടനയായ ജമായത്തുൽ ബുത്ബയിൽ നിന്ന് ജനറൽ സെക്രട്ടറി നാസർ ഫൈസി കൂടത്തായി രാജിവെച്ചു. നാസർ ഫൈസിക്കെതിരെ അവിശ്വാസ പ്രമേയം കൊണ്ടുവന്ന സാഹചര്യത്തിലാണ് രാജി. ഇന്ന് വാർത്താ സമ്മേളനം വിളിച്ച് കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് നാസർ ഫൈസി കൂടത്തായി അറിയിച്ചു. ബാംഗ്ലൂർ നഗരത്തിലെ ഗതാഗത കുരുക്ക് നിറയ്ക്കുന്നതിനായി വിപ്രോ കമ്പനിയുടെ ക്യാമ്പസ് തുറന്നു നൽകാനുള്ള കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുടെ അഭ്യർത്ഥന നിരസിച്ച് കമ്പനിയുടെ സ്ഥാപകനും ചെയർമാനുമായ അസിം പ്രേംജി. അതേസമയം പിന്തുണ തേടിയുള്ള സിദ്ധരാമയ്യയുടെ അഭ്യർത്ഥനയെ അസിം പ്രേംജി അഭിനന്ദിക്കുകയും വിഷയത്തിന്റെ ഗൗരവം അംഗീകരിക്കുകയും ചെയ്തു. എന്നാൽ സർജാപൂരിലെ ക്യാമ്പസ് പ്രത്യേക സാമ്പത്തിക മേഖല ആണെന്നും ആഗോള സേവന പ്രതിബദ്ധത കാരണം കർശനമായ പ്രവേശന നിയമനങ്ങൾ പാലിക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ലഡാക്ക് സംഘർഷത്തിന് പിന്നാലെ സോനം വാങ് ചുക്കിന്റെ NGOയുടെ FCRA ലൈസൻസ് കേന്ദ്രം റദ്ദാക്കി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്ന് നടപടി. സോനം വാങ് ചുക്ക് നേതൃത്വം നൽകുന്ന സ്ഥാപനം വിദേശ സംഭാവന ചട്ടം ലംഘിച്ച് വൻതോതിൽ പണം കൈപ്പറ്റിയെന്നും കഴിഞ്ഞ ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നുവെന്നും പരാതിയിൽ CBI അന്വേഷണം തുടങ്ങിയിരുന്നു. സ്വാമി ചൈതാനന്ദ സരസ്വതിക്കെതിരെ ലൈംഗിക അതിക്രമ കേസിൽ ചൈതാനന്ദയുടെ ആഡംബര കാർ പോലീസ് പിടിച്ചെടുത്തു. പിടിച്ചെടുത്ത കാറിൽ പ്രതി പെൺകുട്ടികളെ ഋഷികേഷിലേക്ക് കൊണ്ടുപോയതായി സൂചന. വ്യാജ ഡിപ്ലോമാറ്റിക് നമ്പർ പ്ലേറ്റ് ഘടിപ്പിച്ച മറ്റൊരു കാർ നേരത്തെ പോലീസ് പിടികൂടിയിരുന്നു. അതിനിടെ പെൺകുട്ടിയുടെ മൊഴിയിൽ കൂടുതൽ വിശദാംശങ്ങൾ ഇന്നലെ പുറത്തു വന്നു. പ്രതി പെൺകുട്ടികളുടെ ഹോസ്റ്റൽ റൂമിൽ CCTV ക്യാമറ സ്ഥാപിച്ചിരുന്നുവെന്നും പെൺകുട്ടികൾ പോലീസിന് മൊഴി നൽകി. രാജസ്ഥാനിലെ ബൻസരയിൽ നിരവധി പദ്ധതികൾക്ക് തറക്കല്ലിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 1.22 ലക്ഷം കോടിയിലധികം രൂപയുടെ കേന്ദ്ര സംസ്ഥാന സർക്കാർ പദ്ധതികൾക്കാണ് പ്രധാനമന്ത്രി ഇന്നലെ തറക്കല്ലിട്ടത്. ബീഹാറിൽ അടക്കമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തയ്യാറെടുത്ത് ഒരുക്കം തുടങ്ങി BJP. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാനാണ് ബീഹാറിലെ പ്രധാന ചുമതല. ബോളിവുഡ് താരം ഷാരൂഖ് ഖാന് ദേശീയ അവാർഡ് ലഭിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർത്തി കോൺഗ്രസ്. ബീഹാർ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം വോട്ടർമാരെ സ്വാധീനിക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് അവാർഡ് നൽകിയതിന് പിന്നിലെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. മഹാരാഷ്ട്രയിലെ കോൺഗ്രസ് MLA C5 ജഗതാബാണ് ആരോപണം ഉന്നയിച്ച അവാർഡിൽ മോദി കൃത്യത്വം കാണിക്കുകയാണെന്നും ഇത്രയും കാലത്തിനിടയിൽ ഷാരൂഖ് ഖാനെ ആദരിച്ചില്ലെന്നും കോൺഗ്രസ് പറയുന്നു. റഷ്യയുമായുള്ള യുദ്ധം അവസാനിച്ചാൽ പ്രസിഡന്റ് സ്ഥാനം ഒഴിയാൻ തയ്യാറാണെന്നും പ്രഖ്യാപിച്ച് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി രംഗത്ത്. പാലസ്തീനെ സ്വതന്ത്ര രാഷ്ട്രമായി അംഗീകരിക്കുന്നതിന് ഇറ്റലി എതിരല്ലെന്ന് പ്രധാനമന്ത്രി ജോർജിയ മെലോണി. UK തലസ്ഥാനമായ ലണ്ടനിൽ ശരീഅത്ത് നിയമം നടപ്പാക്കുന്നുവെന്ന ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയ്ക്കെതിരെ ലണ്ടൻ മേയർ സാദിഖ് ഖാൻ US പ്രസിഡന്റ് വംശീയവാദിയും ലിംഗവിവേചകനും സ്ത്രീ വിരുദ്ധനും ഇസ്ലാം ഭീതി പരത്തുന്ന ആളാണെന്നും സാദിഖ് ഖാൻ വിശേഷിപ്പിച്ചു. റഷ്യയിൽ നിന്ന് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന നടപടി ഇന്ത്യ പുനഃപരിശോധിക്കുമെന്ന് US ഊർജ്ജ സെക്രട്ടറി ക്രിസ് റൈറ്റ്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.